ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു നല്ല ഹെൽത്തി ദോശ റെസിപ്പിയാണ്. ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണ് ഈ ദോശ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്ന മുമ്പ് എൻ്റെ റെസിപ്പി അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ ഞാൻ ആദ്യം തന്നെ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഇനി നിങ്ങൾക്ക് ദോശ പെട്ടെന്ന് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറു ചൂടുവെള്ളത്തിൽ ഒരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചാൽ മതി. ഇപ്പം 2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ട് വെള്ളം അബ്സോർബ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇനി ഈ പരിപ്പ് അരച്ചെടുക്കാൻ വേണ്ടി ഞാനിത് മിക്സി ജാറിലോട്ടേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇനി ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 3 പച്ചമുളകും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്നത് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് ഞാൻ നല്ല ഫൈനാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഇതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവയ്ക്ക് പകരം നിങ്ങൾക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കടലമാവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ ദോശ നല്ല മൊരിഞ്ഞ് കിട്ടാനും നല്ല ക്രിസ്പി ആവാനും ഒരു കാരമൽ കളർ വരാനും കൂടിയാണ്. ഇപ്പോൾ ഇതെല്ലാം നന്നായി ഫൈനാക്കി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലൊരു സ്മൂത്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ബൗളിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ബാറ്റർ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിലായിരിക്കണം. അധികം തിക്കാവാനും പാടില്ല, എന്നാൽ അധികം ലൂസ് ആവാനും പാടില്ല. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുപയർ പരിപ്പിന് പകരം നിങ്ങൾക്ക് ഏത് പരിപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. പല ടൈപ്പ് പരിപ്പും മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ദോശ ഉണ്ടാക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഒന്ന് നന്നായിട്ട് വിസ്ക് ചെയ്തെടുക്കാം. ഒരു 3 മിനിറ്റ് വരെ വിസ്ക് ചെയ്യണം. നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കുന്നില്ലല്ലോ, അപ്പോൾ ഒന്ന് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് വിസ്ക് ചെയ്യുന്നത്. ഇപ്പം ഞാനത് വിസ്ക് ചെയ്തിക്കണേ. ഇനി ഒരു 15 മിനിറ്റ് വരെ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചട്നി റെഡിയാക്കി എടുക്കാം. ഒരു ഓണിയൻ ടൊമാറ്റോ ചട്നിയാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കുക. വെളിച്ചെണ്ണ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അധികം ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് സ്ലൈറ്റ്ലി റോസ്റ്റ് ആയാൽ മതി. ഇപ്പോൾ ഇത് ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 6 ഡ്രൈഡ് റെഡ് ചില്ലീസ് ഞാനതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും. ഇപ്പോൾ ഇതെല്ലാം ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ്ഡ് സവാള ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. സവാള വല്ലാണ്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് ഒരു 6 വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം ഒരു 3 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതെല്ലാം ഒന്ന് സ്ലൈറ്റ്ലി സോഫ്റ്റ് ആയാൽ മതി, വല്ലാണ്ട് ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ്ഡ് തക്കാളി കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആകുന്നവരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം. അധിക സമയമൊന്നും വേണ്ട ഈ ചട്നി റെഡിയാക്കാൻ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു ചട്നിയാണിത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഈ തക്കാളിയൊക്കെ നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. നല്ലോണം സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പുളിയുടെ പൾപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം ഒന്ന് തണുത്തതിൻ്റെ ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം ചട്നി ഗ്രൈൻഡറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ചട്നി റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം.
ഇനി ചട്നിക്ക് വറവിട്ട് കൊടുക്കാൻ വേണ്ടി ഞാനൊരു പാനിൽ 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പം 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉഴുന്നുപരിപ്പ് സ്ലൈറ്റ്ലി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി ഇത് ചട്നിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ദോശക്കുള്ള ചട്നി റെഡി ആയിട്ടുണ്ട്. ചെറുപയർ പരിപ്പിൻ്റെ ദോശയ്ക്ക് ഈ ഒരു ചട്നി നല്ല കോമ്പിനേഷനാണ്. ഇപ്പം ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശയുടെ ബാറ്റർ ഒന്ന് ചെക്ക് ചെയ്യാം. ബാറ്റർ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അധികം ലൂസും അല്ല എന്നാൽ അധികം തിക്കും അല്ല. ഇനി ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ ബാറ്ററിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നമ്മളിത് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കാത്തതുകൊണ്ടാണ് നമ്മളിത് വിസ്ക് ചെയ്യുന്നത്. എന്നാൽ ബാറ്റർ നന്നായി കിട്ടും. ഇപ്പം ബാറ്റർ നന്നായിട്ട് ലൈറ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ട്. ഇനി ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു ദോശത്തവ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തുടച്ചെടുക്കണം. ദോശത്തവ അധികം ചൂടാവാൻ പാടില്ല. അധികം ചൂടായാൽ പിന്നെ ദോശ നന്നായി കിട്ടൂല. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കയ്യിൽ ബാറ്റർ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം ഈ ദോശമാവ് സ്പ്രെഡ് ചെയ്തെടുക്കാൻ. ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാൽ അത് ദോശമാവ് ഈ തവയിൽ തന്നെ ഒട്ടിപ്പിടിക്കും. അപ്പം പിന്നെ നമുക്ക് ചുറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. ദോശമാവ് സ്പ്രെഡാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയമിലേക്ക് ആക്കി കൊടുക്കണം. ഇപ്പോൾ ഈ ദോശയുടെ മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം. ഇനിയൊരു ചട്ടകം കൊണ്ട് ഇത് എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഓയിൽ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ഇതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദോശ ശരിക്കും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇത് ശരിക്കും ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. ദോശയുടെ കളറൊക്കെ ശരിക്കും നല്ല പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഈ ദോശ കഴിക്കാൻ ശരിക്കും ചട്നിയുടെ ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. ഇനി ബാക്കിയുള്ള മാവ് കൊണ്ട് ഇതേപോലെ തന്നെ ദോശ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം നമുക്ക് ദോശമാവ് സ്പ്രെഡ് ചെയ്തെടുക്കാൻ. ഇപ്പം മുകൾ ഭാഗമൊക്കെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ സെക്കൻഡ് ദോശയും റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പം ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പൊട്ടാറ്റോ ബാജിയും ചട്നിയുടെ കൂടെ ഇത് സെർവ് ചെയ്യാം. ഇതൊരു ഹെൽത്തി ദോശ റെസിപ്പിയാണ്. ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക്സ് എന്നെ കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കണം. എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഈ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ കൂടെ ഷെയർ ചെയ്യണം. എന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.